സർക്കാർ ഖജനാവിൽ കാശില്ല. പ്രളയ ദുരിതബാധിതർക്ക് ഭവനം പണിയാനും പാവപ്പെട്ട കർഷകർക്ക് ആശ്വാസത്തുക നൽകാനും ഓഖി ദുരിതബാധിതർക്ക് അനുവദിച്ച തുക നൽകാനും ഒന്നിനും പിണറായി സർക്കാരിന് കാശില്ല. പക്ഷേ 9 കോടി രൂപ മുടക്കി ഒരു ഔചിത്യവുമില്ലാത്ത ഭരണത്തിന്റെ 1000 ദിനത്തിന് ആഡംബരമായി തന്നെ ആഘോഷിക്കാൻ കൈനിറയെ പൂത്ത പണം. സർക്കാർ തന്നെ ഉണ്ടാക്കി വച്ച മനുഷ്യനിർമ്മിതമായ ദുരന്തമായിരുന്നു കേരളം കുറച്ചു നാളുകൾക്ക് മുൻപ് നേരിൽ കണ്ട അതിഭീകരമായ പ്രളയ ദുരന്തം. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് പ്രളയ ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ടവർ ഇന്നും വീടുകളും തലചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതെ ബന്ധുക്കളുടെ വീട്ടിലോ മറ്റ് വാടക കെട്ടിടങ്ങളിലോ അഭയം പ്രാപിക്കുകയാണ്. ഈ സമയത്താണ് ആഘോഷങ്ങൾക്കായി സർക്കാർ 9 കോടി രൂപ ദൂർത്തടിക്കാൻ ഒരുങ്ങുന്നത്. 1000 ദിവസത്തിൽ സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് 9 കോടി രൂപ പൊടിച്ചു കളയുമ്പോൾ പ്രളയത്തിൽപ്പെട്ടവർക്കും ലൈഫ്, PMRY, EMS, MN ലക്ഷം വീട് പദ്ധതികൾ ഉൾപ്പെട്ടവർക്ക് നൽകുന്ന വീടുകൾക്ക് 4 ലക്ഷം രൂപയാണ് നൽകുന്നത്. സ്വന്തമായി വസ്തു ഉള്ളവർക്ക് പോലും ഈ തുകയിൽ വീട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഭൂമിയില്ലാത്തവർ പെരുവഴിയിൽ തന്നെയാണ്. പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ടവർ ബന്ധുവീട്ടുകളിൽ അഭയാർത്ഥികളെ പോലെ അലഞ്ഞു തിരിയുമ്പോൾ സർക്കാർ പൊടിക്കുന്ന 9 കോടിക്ക് എത്ര വീടുകൾ പണിയാമായിരുന്നു. ഇപ്പോഴും സന്നദ്ധ സംഘടനകൾ, സഹകരണ പ്രസ്ഥാനങ്ങൾ എന്നിവ വഴിയുള്ള വീട് നിർമ്മാണങ്ങളാണ് നടന്നു വരുന്നത്. സർക്കാർ വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാൻ പോലും സാധിച്ചിട്ടില്ല. പ്രളയബാധിതർ പെരുവഴി അമ്പലങ്ങളിൽ കിടക്കുമ്പോൾ സർക്കാരിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ബന്ധു നിയമനങ്ങളും ക്ഷേത്ര ആചാരം ഹനിക്കലും പാർട്ടിക്കുള്ളിൽ പോലും സ്ത്രീവിരുദ്ധ നിലപാടുകളും കോടികൾ മുടക്കി ആഘോഷങ്ങളും തകൃതിയായി നടക്കുന്നു. സർക്കാർ ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കട്ടെ. കോടിക്കണക്കിന് തുക നിങ്ങൾ ആർഭാടമായി ദൂർത്തടിച്ചോളൂ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭവന പദ്ധതികളും ജനങ്ങളുടെ പുരോഗമന പദ്ധതികളും പ്രചരണ ആയുധങ്ങളായി ഉപയോഗിക്കുമ്പോൾ തിരിച്ചു ചോദിക്കാൻ കേരള ജനതയ്ക്ക് ഒരുപാടുണ്ട് കണക്കുകൾ. ഇത് അതിലൊന്നു മാത്രം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.